എല്ലാവർക്കും നമസ്കാരം. ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഏപ്രിൽ 2019 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 പാർട്ട് ബി 2019 ഏപ്രിൽ മാസത്തിലെ ഡിപ്ലോമ എക്സാമിനേഷൻ. അതിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ പാർട്ട് ബി. നമുക്കറിയാം പാർട്ട് ബിയിൽ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 7 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഒരു ക്വസ്റ്റ്യനെ 6 മാർക്ക് വീതം, 5 ക്വസ്റ്റ്യനെ ടോട്ടൽ 30 മാർക്കാണ് പാർട്ട് ബി എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ളത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് നേരിട്ട് കിടക്കാം. ആദ്യത്തെ പ്രോബ്ലം: എക്സ്പ്രസ് 3 cos x plus 4 sin x in the form r into sin x plus alpha, where alpha is acute. അതായത് 3 cos x plus 4 sin x, ഇതിനെ നമുക്ക് r into sin x plus alpha എന്ന ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. നമ്മുടെ എയിം ആറിൻ്റെയും ആൽഫയുടെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ലെറ്റ് ആർ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ആൽഫ ഈക്വൽ ടു 3 cos x പ്ലസ് 4 sin x. നമുക്കറിയാം സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൈൻ എക്സ് പ്ലസ് ആൽഫ ഈക്വൽ ടു sin x cos alpha plus cos x sin alpha. Now our equation becomes r into sin x cos alpha plus cos x into sin alpha equal to 3 cos x plus 4 sin x. Implies r into sin x cos alpha plus r into cos x sin alpha equal to 3 cos x plus 4 sin x. Now equating the similar terms on both sides, രണ്ട് സൈഡിലുമുള്ള സിമിലർ ടേംസ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ r cos x sin alpha equal to 3 cos x implies r sin alpha equal to 3, equation number 1. അതുപോലെ തന്നെ r into sin x cos alpha equal to 4 into sin x implies r cos alpha equal to 2, that is equation number 2. Now squaring and adding equation number 1 and 2, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻസ് നമുക്ക് സ്ക്വയർ ചെയ്യാം, അതിനുശേഷം ആഡ് ചെയ്യാം. Now r square sin square alpha plus r square cos square alpha equal to 3 square plus 4 square. ലെഫ്റ്റ് സൈഡിൽ നിന്നും ആർ സ്ക്വയർ രണ്ട് ടേംസിലും കോമൺ ആണ്, അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദെൻ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു 9 plus 16 equal to 25. We know that the important formula sin square alpha plus cos square alpha equal to 1. Substituting this in our equation, we will get r square equal to 25 implies r equal to plus or minus 5. അപ്പോൾ നമുക്ക് r-ൻ്റെ വാല്യൂ കിട്ടി, പ്ലസ് ഓർ മൈനസ് 5 ആണ്. Now we can find the value of alpha. ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി equation number 1 divided by equation number 2 implies r sin alpha by r cos alpha equal to 3 by 4. അതിൽ നിന്നും നമുക്ക് r ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ we will get sin alpha by cos alpha. നമുക്കറിയാം sin alpha by cos alpha equal to tan alpha. Then our equation becomes tan alpha equal to 3 by 4 implies alpha equal to tan inverse 3 by 4. Therefore,
r into sin x plus alpha equal to ആറിനും ആൽഫയ്ക്ക് പകരം കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ r into sin x plus alpha equal to plus or minus 5 into sin x plus tan inverse 3/4. അപ്പം നോട്ട് ദി പോയിന്റ്, ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമുലാസ് ആണ് sin square alpha plus cos square alpha equal to 1. Similarly, sin alpha divided by cos alpha equal to tan alpha. Next problem. Prove that cos pi by 8 plus cos 3 pi by 8 plus cos 5 pi by 8 plus cos 7 pi by 8 equal to 0. Left hand side equal to cos pi by 8 plus cos 3 pi by 8 plus cos 5 pi by 8 plus cos 7 pi by 8. ഫസ്റ്റ് രണ്ട് ടേംസും കൂടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ തേർഡ് ടേമും ഫോർത്ത് ടേമും തമ്മിൽ ആഡ് ചെയ്യുന്നു. നമുക്കറിയാം കോസ് സി പ്ലസ് കോസ് ഡി ഈക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ടേംസിൻ്റെ സം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫോർമുലയിൽ സി ഈക്വൽ ടു പൈ ബൈ 8 ആൻഡ് ഡി ഈക്വൽ ടു 3 pi by 8 ആണെന്ന് വിചാരിക്കുക. Then the sum of first two terms is 2 cos pi by 8 plus 3 pi by 8 by 2 into cos pi by 8 minus 3 pi by 8 by 2. Then sum of third and fourth term. Same formula, cos c plus cos d. നമുക്കറിയാം cos c plus cos d ഈക്വൽ ടു 2 cos c plus d by 2 cos c minus d by 2. ഇവിടെ c ഈക്വൽ ടു 5 pi by 8 and d ഈക്വൽ ടു 7 pi by 8. Then that term will be 2 cos 5 pi by 8 plus 7 pi by 8 by 2 cos 5 pi by 8 minus 7 pi by 8 by 2 equal to 2 cos, നമുക്കറിയാം pi by 8 plus 3 pi by 8 4 pi by 8, അതുപോലെ pi by 8 minus 3 pi by 8 equal to minus 2 pi by 8. Similarly, 5 pi by 8 plus 7 pi by 8 equal to 12 pi by 8. And 5 pi by 8 minus 7 pi by 8 equal to minus 2 pi by 8. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലൈൻ ഈക്വൽ ടു 2 ഇൻറ്റു കോസ് 4 pi by 8 by 2 ഇൻറ്റു കോസ് minus 2 pi by 8 by 2 പ്ലസ് 2 ഇൻറ്റു കോസ് 12 pi by 8 by 2 ഇൻറ്റു കോസ് minus 2 pi by 8 by 2, which is equal to 2 into cos 4 pi by 16 into cos minus 2 pi by 16 plus 2 into cos 12 pi by 16 into cos minus 2 pi by 16 equal to, simplify ചെയ്യുകയാണെങ്കിൽ we will get 2 into cos pi by 4 into cos minus pi by 8 plus 2 into cos 3 pi by 4 into cos minus pi by 8. നമുക്കറിയാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 cos pi by 4 into cos pi by 8 plus 2 into cos 3 pi by 4 into cos pi by 8. ശ്രദ്ധിക്കേണ്ട കാര്യം cos minus pi by 8, അതായത് cos minus theta equal to cos theta. Then cos minus pi by 8 equal to cos pi by 8 equal to രണ്ട് ടേംസിലും cos pi by 8 കോമൺ ടേം ആണ്. നമുക്കതുകൊണ്ട് അതിനെ പുറമേക്ക് എടുക്കാം. Then 2 into cos pi by 8 into cos pi by 4 plus cos 3 pi by 4
ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അഗെയിൻ കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുല അപ്ലൈ ചെയ്യാം. നമുക്കറിയാം കോസ് സി പ്ലസ് കോസ് ഡി ഈക്വൽ ടു 2 ഇൻറ്റു കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഹിയർ സി ഈക്വൽ ടു പൈ ബൈ 4 ആൻഡ് ഡി ഈക്വൽ ടു 3 പൈ ബൈ 4. Then equal to 2 into cos pi by 8 into 2 cos pi by 4 plus 3 pi by 4 by 2 into cos pi by 4 minus 3 pi by 4 by 2. ശ്രദ്ധിക്കേണ്ട കാര്യം, പൈ ബൈ 4 പ്ലസ് 3 പൈ ബൈ 4 നമുക്കറിയാം 4 പൈ ബൈ 4. അതുപോലെ പൈ ബൈ 4 മൈനസ് 3 പൈ ബൈ 4 ഈക്വൽ ടു മൈനസ് 2 പൈ ബൈ 4. ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു കോസ് പൈ ബൈ 8 ഇൻറ്റു 2 കോസ് 4 പൈ ബൈ 4 ബൈ 2 ഇൻറ്റു കോസ് മൈനസ് 2 പൈ ബൈ 4 ബൈ 2 ഈക്വൽ ടു 2 ഇൻറ്റു കോസ് പൈ ബൈ 8 ഇൻറ്റു 2 ഇൻറ്റു കോസ് 4 പൈ ബൈ 8 ഇൻറ്റു കോസ് മൈനസ് 2 പൈ ബൈ 8 ഈക്വൽ ടു 4 into cos pi by 8 into cos pi by 2 into cos minus pi by 4 equal to 4 into cos pi by 8 into cos pi by 2 into cos pi by 4. നമ്മളിവിടെ ഉപയോഗിച്ച ഫോർമുല നമുക്കറിയാം, കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. അതുപോലെ തന്നെ കോസ് മൈനസ് പൈ ബൈ 4 ഈക്വൽ ടു കോസ് പൈ ബൈ 4 ഈക്വൽ 0. കാരണം നമുക്കറിയാം കോസ് പൈ ബൈ 2 ഈക്വൽ ടു കോസ് 90 ഈക്വൽ ടു 0. കോസ് 90യുടെ വാല്യൂ അത് 0 ആണ്. 0 ഇൻറ്റു എനി ടേം ഇൻറ്റു ഈക്വൽ ടു 0. Therefore 4 into cos pi by 8 into 0 into cos pi by 4 which is equal to 0. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമുല എന്ന് പറയുന്നത് കോസ് സി പ്ലസ് കോസ് ഡി ഈക്വൽ ടു 2 ഇൻറ്റു കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. Next problem. Prove that a plus b into sin c by 2 equal to c into cos a minus b by 2. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി represent the angles of the triangle. Small a, small b, small c represent sides. Opposite to angles capital A, capital B, capital C respectively. അതായത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്നീ ലെറ്റേഴ്സ് ഉപയോഗിച്ച്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസും സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സുമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് സൈൻ റൂൾ. അതായത് ട്രയാങ്കിൾസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇൻ എനി ട്രയാങ്കിൾ എ ബി സി, എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു 2r. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി റെപ്രസെൻറ്റ് the angles of the triangle and small a, small b, small c represent the sides opposite to angles capital A, capital B, capital C respectively, and R is the circumradius of the triangle. That is sine rule എന്ന് പറയുന്നത് a by sin a equal to 2r, b by sin b equal to 2r
and c by sin c equal to 2r. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതി എ പ്ലസ് ബി ഇൻറ്റു സൈൻ സി ബൈ 2. അതിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മോൾ എ ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ എ, അതുപോലെ സ്മോൾ ബിക്ക് പകരം 2r ഇൻറ്റു സൈൻ ബി, ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു സൈൻ സി ബൈ 2 ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ എ പ്ലസ് 2r ഇൻറ്റു സൈൻ ബി ഇൻറ്റു സൈൻ സി ബൈ 2 ഈക്വൽ ടു രണ്ട് ടേംസിലും നമുക്ക് 2r എന്ന് പറയുന്ന ടേം ഉണ്ട്. അതുകൊണ്ട് അതിനെ നമുക്ക് കോമൺ ആയി പുറമേക്ക് എടുക്കാം. ഇപ്പോൾ 2r ഇൻറ്റു ദെൻ സൈൻ എ പ്ലസ് സൈൻ ബി. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല സൈൻ സി പ്ലസ് സൈൻ ഡി ഈക്വൽ ടു 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. ഇവിടെ സി ഈക്വൽ ടു എയും അതുപോലെ ഡി ഈക്വൽ ടു ബിയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇക്വേഷനെ നമുക്ക് 2r ഇൻറ്റു 2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 ഇൻറ്റു സൈൻ സി ബൈ 2 എന്ന് എഴുതാം. അതിൽ കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് പറയുന്ന ടേം ആദ്യം എഴുതി. ദെൻ 2r ഇൻറ്റു 2 4r, ദെൻ സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ സി ബൈ 2. നമുക്കറിയാം ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും 3 ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതായത് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ എ പ്ലസ് ബി പ്ലസ് സി ഓൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 180 ബൈ 2. നമുക്കറിയാം 180 ബൈ 2 ഈക്വൽ ടു 90 ആണ്. അതായത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ഈക്വൽ ടു 90. ഈ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2നെ നമുക്ക് എ ബൈ 2 പ്ലസ് ബി ബൈ 2 പ്ലസ് സി ബൈ 2 എന്ന് എഴുതാം. ദെൻ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ഈക്വൽ ടു 90 എന്നുള്ള ആ ഇക്വേഷനെ നമുക്ക് എ ബൈ 2 പ്ലസ് ബി ബൈ 2 പ്ലസ് സി ബൈ 2 ഈക്വൽ ടു 90 എന്ന് എഴുതാം. അതിൽ നിന്നും എ ബൈ 2 പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 90 മൈനസ് സി ബൈ 2. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടത്തുകയാണെങ്കിൽ കോസ് എ മൈനസ് ബി ബൈ 2 ഇൻറ്റു 4r ഇൻറ്റു സൈൻ 90 മൈനസ് സി ബൈ 2 ഇൻറ്റു സൈൻ സി ബൈ 2 ഈക്വൽ ടു കോസ് എ മൈനസ് ബി ബൈ 2 ഇൻറ്റു 4r ഇൻറ്റു കോസ് സി ബൈ 2 ഇൻറ്റു സൈൻ സി ബൈ 2. തൊട്ട് മുന്നത്തെ ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സൈൻ 90 മൈനസ് സി ബൈ 2 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് എനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഓഫ് n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ where theta is any angle is numerically equal to the same function of theta if n is an even integer, the corresponding cofunction of theta if n is an odd integer. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സൈൻ 90 മൈനസ് സി ബൈ 2. ഈ 90 എന്നുള്ളത് 1 ഇൻറ്റു 90 ആണ്. അതിൽ 1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ 90യുടെ ഓഡ് മൾട്ടിപ്പിൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ സൈൻ 90 മൈനസ് സി ബൈ 2 എന്ന് പറയുന്നത് കോസ് സി ബൈ 2 ആയി മാറും. അതായത് കോ ഫംഗ്ഷനായി മാറും. അടുത്തതായി മനസ്സിലാക്കേണ്ടത് ആ കോസ് സി ബൈ 2 എന്നതിൻ്റെ വാല്യൂ, അതായത് സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതാണ്. നമുക്കറിയാം സൈൻ 90 മൈനസ് സി ബൈ 2. 90 മൈനസ് സി ബൈ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. അതുകൊണ്ട് സൈൻ 90 മൈനസ് സി ബൈ 2 എന്ന് പറയുന്നതും പോസിറ്റീവാണ്. അതായത് കോസ് സി ബൈ 2 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഈക്വൽ ടു കോസ് എ മൈനസ് ബി ബൈ 2 ഇൻറ്റു 4r ഇൻറ്റു കോസ് സി ബൈ 2 ഇൻറ്റു സൈൻ സി ബൈ 2 ഈക്വൽ ടു കോസ് എ മൈനസ് ബി ബൈ 2 ഇൻറ്റു
ഈ 4r നമുക്ക് 2r into 2 എന്ന് എഴുതാം. Then that term equal to 2r into 2 into sin c by 2 into cos c by 2. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് sin 2 theta equal to 2 sin theta cos theta. Similarly, sin theta equal to 2 sin theta by 2 cos theta by 2. ഇവിടെ അതുപോലെ 2 sin c by 2 into cos c by 2 നമുക്ക് sin c എന്ന് എഴുതാൻ സാധിക്കും. Then our equation becomes cos a minus b by 2 into 2r sin c. Again നമ്മൾ സൈൻ റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ 2r into sin c നമുക്ക് c എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. Then that equation equal to cos a minus b by 2 into c. അതാണ് നമ്മുടെ RHS. ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം, ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഡിനോട്ട് ചെയ്യുന്നത് ആ ട്രയാങ്കിളിലെ ആംഗിൾസും സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ആ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സുമാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. മൂന്നാമത്തെ കാര്യം, ഏതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും n into 90 plus theta എന്ന് പറയുന്നത് ന്യൂമറിക്കലി ഈക്വൽ ടു സെയിം ഫംഗ്ഷൻ ആയിരിക്കും ഇഫ് n ഈസ് ആൻ ഈവൻ ഇൻറ്റിജർ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് കോ ഫംഗ്ഷൻ ആയിരിക്കും ഇഫ് n ഈസ് ആൻ ഓഡ് ഇൻറ്റിജർ. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല, sin 2 theta equal to 2 sin theta cos theta. Similarly, sin theta equal to 2 sin theta by 2 cos theta by 2. Next problem, differentiate cos x by the method of first principles. അതിനുവേണ്ടി let delta x be the small increment in x and delta y be the corresponding increment in y. ഏറ്റവും ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ y എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. Then y equal to cos x. Now y plus delta y equal to cos x plus delta x. From this, delta y equal to cos x plus delta x minus y. But actually y എന്ന് പറയുന്നത് cos x ആണ്. അതുകൊണ്ട് തന്നെ delta y equal to cos x plus delta x minus cos x. Now നമുക്കറിയാം cos c minus cos d equal to minus 2 sin c plus d by 2 into sin c minus d by 2. ഇപ്പോൾ ഇവിടെ c എന്ന് പറയുന്നത് x plus delta xും d എന്ന് പറയുന്നത് xും ആണെങ്കിൽ cos x plus delta x minus cos x equal to minus 2 into sin x plus delta x plus x by 2 into sin x plus delta x minus x by 2 equal to minus 2 into sin 2x plus delta x by 2 into sin delta x by 2 equal to minus 2 into sin, ഓരോ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ x plus delta x by 2 into sin delta x by 2. Now delta y by delta x, അതായത് ലെഫ്റ്റിലും റൈറ്റിലും ഡെൽറ്റ എക്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ minus 2 into sin x plus delta x by 2 into sin delta x by 2 divided by delta x. നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡിനോമിനേറ്ററിലെ ഡെൽറ്റ എക്സിനെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇൻറ്റു ചെയ്യാം. ദെൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു, ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഓരോ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം മൈനസ് സൈൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ ഡെൽറ്റ എക്സ് ബൈ 2
divided by delta x by 2. Now applying limit delta x tends to 0. Then limit delta x tends to 0, delta y by delta x equal to limit delta x tends to 0 minus sin x plus delta x by 2 into sin delta x by 2 divided by delta x by 2 equal to limit delta x tends to 0 minus sin x plus delta x by 2 into sin delta x by 2 by delta x by 2. ആ സ്റ്റെപ്പ് ഒന്ന് മാറ്റി എഴുതുക മാത്രം. ഇനി ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് നമുക്കറിയാം. ലിമിറ്റ് യു ഇൻറ്റു വി ഈക്വൽ ടു ലിമിറ്റ് യു ഇൻറ്റു ലിമിറ്റ് വി. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 minus sin x plus delta x by 2 into limit delta x by 2 tends to 0 sin delta x by 2 divided by delta x by 2. ഇവിടെയാണ് നമ്മൾ ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ഡെൽറ്റ എക്സ് ബൈ 2 എന്ന് പറയുന്നത് തീറ്റയാണെന്ന് വിചാരിക്കുന്നു. ദെൻ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ. നമുക്കറിയാം ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ 2, അതിൽ ഡെൽറ്റ എക്സിന് പകരം 0 കൊടുക്കുകയാണെങ്കിൽ which is equal to minus sin x into 1 equal to minus sin x. That is d by dx of cos x equal to minus sin x. അതായത് cos xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് sin x ആണ്. Next problem. Find dy by dx if x cube plus y cube equal to 3axy. ഏറ്റവും ആദ്യം given x cube plus y cube equal to 3axy. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തന്നിരിക്കുന്നത് ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും ഒരു മിക്സ്ചർ ഫോമാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും dy by dx കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആ തന്നിട്ടുള്ള ഇക്വേഷനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. ദെൻ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x² പ്ലസ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3y² ഇൻറ്റു dy by dx. കാരണം വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്. ഈക്വൽ ടു 3a. ഈ 3a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അവിടെ എക്സ് ഇൻറ്റു വൈ ഉണ്ട്. അതായത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. നമുക്കറിയാം പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ d by dx of u into v equal to u into dv by dx plus v into du by dx. അതായത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആ പ്രോഡക്റ്റ് റൂൾ ഇവിടെ വലതുഭാഗത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3a ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്നുള്ളതിനെ നമുക്ക് dy by dx എന്നും ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നുള്ളത് 1ഉമാണ്. ഇപ്പോൾ ഈക്വൽ ടു 3a ഇൻറ്റു എക്സ് ഇൻറ്റു dy by dx പ്ലസ് വൈ ഇംപ്ലൈസ് 3x² പ്ലസ് 3y² ഇൻറ്റു dy by dx ഈക്വൽ ടു വലതുഭാഗത്ത് 3a രണ്ട് ടേംസിനും കൊടുക്കുകയാണെങ്കിൽ 3ax ഇൻറ്റു dy by dx പ്ലസ് 3ay ഇംപ്ലൈസ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, dy by dx ഉള്ള ടേംസിനെ എല്ലാം ലെഫ്റ്റ് സൈഡിലും ബാക്കിയുള്ള ടേംസിനെ റൈറ്റ് സൈഡിലേക്കും ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ 3y² ഇൻറ്റു dy by dx മൈനസ് 3ax ഇൻറ്റു dy by dx ഈക്വൽ ടു 3ay മൈനസ് 3x² ഇംപ്ലൈസ് 3y² minus 3ax into dy by dx equal to
3ay minus 3x square. Therefore, dy by dx equal to 3ay minus 3x square divided by 3y square minus 3ax. ന്യൂമറേറ്ററിലെ രണ്ട് ടേംസിലും 3 കോമൺ ആയിട്ടുള്ള ഒരു നമ്പറാണ്. ഇതുപോലെ തന്നെ ഡിനോമിനേറ്ററിലെ രണ്ട് ടേംസിലും 3 കോമൺ ആയിട്ടുള്ള നമ്പറാണ്. നമുക്കത് പുറമേക്ക് എടുക്കാം, ക്യാൻസൽ ചെയ്യാം. Therefore, dy by dx equal to ay minus x square divided by y square minus ax. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫംഗ്ഷൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് എന്ന് ആ ഇക്വേഷനെ തന്നിരിക്കുന്ന ഇക്വേഷനെ കംപ്ലീറ്റ് ആയി ഡിഫറൻഷിയേഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് the equation to the tangent and normal to the curve x square plus y square equal to 25 at 3 minus 4. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയും ഫംഗ്ഷൻ ഇംപ്ലിസിറ്റ് ഫോമിലാണ്. ഇംപ്ലിസിറ്റ് ഫോമിലായതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്, then d by dx of x square plus d by dx of y square equal to d by dx of 25. നമുക്കറിയാം x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y into dy by dx and 25ൻ്റെ ഡെറിവേറ്റീവ് 0. From this, dy by dx equal to minus x by y. അത് കിട്ടുന്നതിന് വേണ്ടി ആദ്യം dy by dx ഉള്ള ടേമിനെ ലെഫ്റ്റിലും ഇല്ലാത്ത ടേമിനെ റൈറ്റിലേക്കും കൊണ്ടുവന്നു. ദെൻ 2y ഇൻറ്റു dy by dx ഈക്വൽ ടു മൈനസ് 2x. അതിൽ നിന്നും dy by dx ഈക്വൽ ടു മൈനസ് 2x ബൈ 2y. 2 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് dy by dx ഈക്വൽ ടു മൈനസ് x ബൈ y കിട്ടി. Now, നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. അറ്റ് ദി പോയിന്റ് 3, minus 4 dy by dx equal to minus 3 by minus 4 which is equal to 3 by 4. That is slope of the tangent equal to 3 by 4. നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്ന് പറയുന്നത് -1 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. Therefore, slope of the normal equal to minus 4 by 3. Now, equation of the tangent is y minus y1 equal to dy by dx into x minus x1. x1 പകരം -4ഉം x2 പകരം 3ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ y minus minus 4 equal to 3 by 4 into x minus 3 implies y plus 4 equal to 3 by 4 into x minus 3. That is 4y plus 16 equal to 3x minus 9 implies 3x minus 4y minus 25 equal to 0. Now, equation of the normal is y minus y1 equal to minus 1 by dy by dx into x minus x1 implies y minus minus 4 equal to minus 4 by 3 into x minus 3 implies y plus 4 equal to minus 4 by 3 into x minus 3. That is 3y plus 12 equal to minus 4x plus 12 implies 4x plus 3y equal to 0. ഇവിടെ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ആദ്യം dy by dx കണ്ടുപിടിക്കുന്നു. Now, equation of the tangent is y minus y1 equal to dy by dx into x minus x1. And equation of the is y minus y1 equal to minus 1 divided by dy by dx into x minus x1. Next problem. Prove that
sin 120 into cos 330 plus cos 240 into sin 330 equal to 1. ആദ്യം ഓരോ വാല്യൂസും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. sin 120 equal to sin 180 minus 60. ഇവിടെ 180 എന്ന് പറയുന്നത് നമുക്ക് 2 into 90 എന്ന് എഴുതാം. അതായത് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സൈൻ n ഇൻറ്റു 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയായിരിക്കും ഇഫ് n ഈസ് ഈവൻ, അല്ലെങ്കിൽ കൊസൈൻ ആയിരിക്കും ഇഫ് n ഈസ് ഓഡ്. ഇവിടെ സൈൻ 180 മൈനസ് 60, ഇപ്പോൾ 180യെ നമുക്ക് 2 ഇൻറ്റു 90 എന്ന് എഴുതാം. അപ്പോൾ ഹിയർ 2 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. അതുകൊണ്ട് സൈൻ 180 മൈനസ് 60യെ നമുക്ക് സൈൻ 60 എന്ന് തന്നെ എഴുതാം. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ സൈൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി 120 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ഫങ്ഷൻ പോസിറ്റീവാണ്. അതുകൊണ്ട് സൈൻ 60യുടെ ചിഹ്നം പോസിറ്റീവാണ്. ആൻഡ് നമുക്കറിയാം സൈൻ 60 ഈക്വൽ ടു √3/2. അടുത്തതായി കോസ് 330 ഈക്വൽ ടു കോസ് 360 മൈനസ് 3. ഇവിടെ 360 എന്ന് പറയുന്നത് നമുക്ക് 4 ഇൻറ്റു 90. ഈ 4 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ കോസ് ഫംഗ്ഷന് യാതൊരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ കോസ് 360 മൈനസ് 30 എന്ന് പറയുന്നത് കോസ് 30 തന്നെയാണ്. ഈ ശ്രദ്ധിക്കേണ്ടത് കോസ് 30യുടെ സൈൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാൻ വേണ്ടി 330 എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കൊസൈൻ ഫംഗ്ഷൻ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ കോസ് 30യുടെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ആൻഡ് വി നോ ദാറ്റ് വാല്യൂ ഓഫ് കോസ് 30 ഈസ് √3/2. അടുത്തത് കോസ് 240. നമുക്ക് എഴുതാം കോസ് 180 പ്ലസ് 60. 180 എന്ന് പറയുന്നത് 2 ഇൻറ്റു 90, അതായത് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് കൊസൈൻ ഫംഗ്ഷൻ തന്നെയാണ്. ദെൻ കോസ് 180 പ്ലസ് 60യെ നമുക്ക് കോസ് 60 എന്ന് എഴുതാം. ഇനി 240 എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ കൊസൈൻ ഫംഗ്ഷൻ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് കോസ് 60യുടെ സൈൻ നെഗറ്റീവായി മാറിയത്. ഈക്വൽ ടു മൈനസ്, നമുക്കറിയാം കോസ് 60യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അടുത്തത് സൈൻ 330 ഈക്വൽ ടു സൈൻ 360 മൈനസ് 30. 360 എന്ന് പറയുന്നത് 4 ഇൻറ്റു 90 ആണ്. അതായത് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ സൈൻ 360 മൈനസ് 30യെ നമുക്ക് സൈൻ 30 എന്ന് എഴുതാം. ഇനി അതിൻ്റെ സൈൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാൻ വേണ്ടി 330 എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ സൈൻ ഫംഗ്ഷൻ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ സൈൻ 30യുടെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ആൻഡ് വി നോ ദാറ്റ് ദ വാല്യൂ ഓഫ് സൈൻ 30 ഈസ് 1/2, therefore negative 1/2. Substituting these values in our equation, then sin 120 into cos 330 plus cos 240 into sin 330 equal to √3/2 into √3/2 plus minus 1/2 into minus 1/2 equal to 3/4 plus 1/4 equal to 4/4, which is equal to 1.